ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആദ്യ കുറ്റപത്രം നൽകി. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. മേക്കപ്പ് മാനേജർ സജീവിന് എതിരെയാണ് കേസ്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ആദ്യ കുറ്റപത്രം എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്ന് ഹൈക്കോടതിയാണ് ആദ്യം ചോദിച്ചത്. അതിനുശേഷമാണ് ഈ റിപ്പോർട്ടിലെ മൊഴികൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറായത്. അതിന്മേൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത്. പൊൻകുന്നം പോലീസാണ് ഈ കേസെടുത്തത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ്. കൊരട്ടി സ്വദേശിയായ മേക്കപ്പ് മാൻ സജീവിനെതിരെയാണെന്നോ പരാതി. ഇതിന്മേലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം എടുത്ത 40 കേസുകളിൽ ഇതിനോടകം തന്നെ 6 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇന്നലെ മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതായത് ഈ കേസുകളിൽ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് കേസുകളിലെ എല്ലാ കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ച വിചാരണ നടപടിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അടുത്ത ദിവസം ഇതുവരെ എടുത്ത കേസിന്റെ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഉന്മേഷം.